സ്നേഹത്തിന്റെയും ഭയഭക്തിയുടെയും സമ്മേളനത്തിൽ നിന്നാണ് ഇബാദത്തിന്റെ ഉത്ഭവമെന്ന് വരുമ്പോൾ, ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആളുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ കൽപ്പനാ നിർദ്ദേശമനുസരിച്ചോ അറിവോടും തൃപ്തിയോടും കൂടിയോ ഉണ്ടാകുന്ന പ്രകടനങ്ങളെ ഇബാദത്താകുകയുള്ളൂവെന്നില്ലെന്ന് വ്യക്തമാണ്. അത്രയുമല്ല, ചിലപ്പോൾ ആരാധ്യന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോലും അതുണ്ടാവാം. മരണപ്പെട്ടുപോയ മഹാത്മാക്കൾക്ക് പലരും ഇബാദത്ത് ചെയ്തു വരുന്നുണ്ട്. ആ മഹാത്മാക്കൾ അതറിയുകയോ തൃപ്തിപ്പെടുകയോ ചെയ്യുന്നില്ല. ഈസാ അലൈഹിസ്സലാം നബിക്ക് ക്രിസ്ത്യാനികൾ ഇബാദത്ത് ചെയ്യുന്നു. അത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്ന തൗഹീദിന് ഘടകവിരുദ്ധവുമാണത്. വിഗ്രഹങ്ങളാണെങ്കിൽ തങ്ങളുടെ ആരാധകരെ പറ്റിയോ ആരാധനയെപ്പറ്റിയോ അറിയുവാനുള്ള ഗ്രഹണശക്തി പോലും അവക്കില്ല. ചുരുക്കി പറഞ്ഞാൽ, അങ്ങേയറ്റത്തെ സ്നേഹം, ബഹുമാനം, ഭയം, ഭക്തി, താഴ്മ, വിനയം, അദൃശ്യമായ കഴിവിലുള്ള വിശ്വാസം ആദിയായവയുടെ സമ്മേളനത്തിൽ നിന്നാണ് ഇബാദത്ത് ഉരുത്തിരിയുന്നത്. അല്ലാഹു പറയുന്നു, وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ شَدِيدُ الْعَذَابِ. മനുഷ്യരിലുണ്ട് ചിലർ, അവർ അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു. വിശ്വസിച്ചവരാകട്ടെ അള്ളാഹുവിനോട് ഏറ്റവും ശക്തിമത്തായ സ്നേഹമുള്ളവരായിരിക്കും. അൽ ബഖറ 165. വീണ്ടും പറയുന്നു, قُلْ إِن كُنتُمْ تُحِبُّونَ اللَّهَ فَاتَّبِعُونِي يُحْبِبْكُمُ اللَّهُ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَاللَّهُ غَفُورٌ رَحِيمٌ. പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചു വരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ. എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യുന്നതാണ്. ആല ഇംറാൻ 31. ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ച് മറ്റൊരിടത്ത് പറയുന്നു, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലാഹുവിന് പുറമെയുള്ളവരെ കുറിച്ച് അവർ നിന്നെ ഭയപ്പെടുത്തുന്നു. സൂറത്തു സുമൂർ 36. സത്യവിശ്വാസികളോടായി പറയുന്നു, വഖാഫൂന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നെ ഭയപ്പെടുവീൻ. ആല ഇംറാൻ 175. ഈ അടുത്ത കാലം വരെ മുസ്ലിങ്ങൾക്കിടയിലും ഇസ്ലാമിക വിജ്ഞാന സാഹിത്യങ്ങളിലും ഇബാദത്തിന് പൊതുവെ അംഗീകരിക്കപ്പെട്ടു വന്ന മേൽക്കണ്ട അർത്ഥവിവരണങ്ങൾക്ക് വിരുദ്ധമായി ഇപ്പോൾ ചില കക്ഷികൾ അതിന് അനുസരണം എന്നും മറ്റുമൊക്കെ അർത്ഥം കൽപ്പിക്കുകയും തദടിസ്ഥാനത്തിൽ അവരുടേതായ പല പുതിയ വാദഗതികളും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് പൊതുവെ അറിയാവുന്നതാണല്ലോ. ആ അർത്ഥത്തെപ്പറ്റിയും അതിലടങ്ങിയ വൈകല്യങ്ങളെപ്പറ്റിയും ഇവിടെ ഒരു ചർച്ചയ്ക്ക് മുതിരുന്നില്ല. മുതിരുന്ന പക്ഷം അത് കുറെ ദീർഘിച്ചു പോകും. പല പണ്ഡിതന്മാരും ഗ്രന്ഥകർത്താക്കളും അതിനെ ഖണ്ഡിക്കുകയും വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സത്യാന്വേഷികൾക്ക് കാര്യം ഗ്രഹിക്കുവാൻ മുകളിൽ വിവരിച്ചതുകൊണ്ട് തന്നെ സാധിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇബാദത്തിന് അർത്ഥം പറയുമ്പോൾ ചില പണ്ഡിതന്മാർ അറബിയിൽ അതിന് ത്വാഅത്ത് എന്ന് പറഞ്ഞു കാണും. ഈ വാക്കിന് അനുസരണം എന്ന അർത്ഥമുണ്ട് താനും. ഇതാണ് ഇക്കൂട്ടർ അതിന് എടുത്തു കാണിക്കാറുള്ള ഒരു പ്രധാന തെളിവ്. വാസ്തവത്തിൽ കൽപ്പന അനുസരിക്കുക എന്ന അർത്ഥത്തിലല്ല അവർ അത് ഉപയോഗിക്കാറുള്ളത്. പുണ്യപ്പെട്ട കാര്യം അഥവാ സ്വമേധയാ ചെയ്യുന്ന സൽക്കർമ്മം എന്ന അർത്ഥത്തിലാണ് അവരത് ഉപയോഗിക്കുന്നത്. കൽപ്പന അനുസരിക്കുക അല്ലെങ്കിൽ നിയമം അനുസരിക്കുക എന്ന അർത്ഥത്തിലാകുമ്പോൾ അതിന്റെ ക്രിയാരൂപം അത്വാഅ എന്നായിരിക്കും. പുണ്യം ചെയ്യുകയെന്നും സ്വമേധയാ നല്ല കാര്യം ചെയ്യുകയെന്നും അർത്ഥമാകുമ്പോൾ ക്രിയ തതവ്വഅ എന്നായിരിക്കും ഉപയോഗിക്കുക പതിവ്. ഐച്ഛികമായ സുന്നത്ത് നമസ്കാരം പോലെയുള്ള നിർബന്ധമല്ലാത്ത പുണ്യകർമ്മം ചെയ്യുക എന്നാണ് അതിന്റെ സുപരിചിതമായ അർത്ഥമെന്ന് ഇമാം റാഗിബ് റഹിമഹുല്ല പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ആമൂസ് എന്ന പ്രസിദ്ധ നിഘണ്ടുവിൽ അതിന്റെ കർത്താവ് ഫൈറൂസാബാദി റഹിമഹുല്ലയും പറഞ്ഞു കാണാം. 2:15 2:184 കാണാവുന്നത് പോലെ തതവ്വഅ ഖൈറൻ
എന്ന് പറയുമ്പോൾ നിർബന്ധമല്ലാത്ത നല്ല കാര്യം സ്വമേധയാ ചെയ്തു എന്നല്ലാതെ നല്ലതായ അനുസരണം അനുസരിച്ചു എന്ന് അർത്ഥം വരുന്നതല്ല. ആരും അങ്ങനെ പറയാറുമില്ല. ഖുർആന്റെ വാക്കർത്ഥങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടതും എല്ലാവരും അംഗീകരിച്ചു വരുന്നതുമായ വിലപ്പെട്ട ഒരു നിഘണ്ടുവാണ് ഇമാം റായിബ് റഹിമുള്ളയുടെ അൽ മുഫ്രദാത്ത്. അതിൽ അദ്ദേഹം പറയുന്നു, അൽ ഉബൂദിയ്യ ഇൽഹാറു തദല്ലുലി വൽ ഇബാദത്തു അബ്ലഗ് ലിഅന്നഹ ഗായത്തു തദല്ലുലി വലാ യസ്തഹിഖുഹാ ഇല്ലാ മൻ ലഹു ഗായത്തുൽ അഫ്ദാൽ വഹുവ അല്ലാഹു തആല വലിഹാദാ ഖാല ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. ഉബൂദിയത്ത് അടിമത്വം എന്നാൽ താഴ്മ പ്രകടിപ്പിക്കലാണ്. ഇബാദത്ത് അതിനേക്കാൾ ശക്തിയേറിയതാണ്. കാരണം അത് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കലാണ്. അങ്ങേയറ്റം അനുഗ്രഹം ചെയ്യുവാൻ കഴിവുള്ളവനല്ലാതെ അതിന് അവകാശമില്ല. അത് അള്ളാഹുവാണ് താനും. അതുകൊണ്ടാണ് അവനല്ലാതെ ഇബാദത്ത് ചെയ്യരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നതും. ഇതിൽ നിന്ന് ഇബാദത്തും ഉബൂദിയത്തും അൽ ഇബാദ വൽ ഉബൂദിയ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകുന്നു. അതായത് ഉബൂദിയത്തിനേക്കാൾ പ്രത്യേകമായതും ഉബൂദിയത്തിനേക്കാൾ ശക്തമായതും അഖസ്സു മിൻഹാ വ അബ്ലഗ് ആയ ഒന്നാണ് ഇബാദത്ത്. മാത്രമല്ല അബദ എന്ന ക്രിയക്കു മാത്രമേ ഇബാദത്ത് എന്ന ധാതുരൂപം വരികയുള്ളൂ. ഉബൂദിയത്ത് ആകട്ടെ അബദ അബൂദ മധ്യത്തിലെ അക്ഷരത്തിന് അകാരമായും ഉകാരമായും എന്നീ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുരൂപമായി വരികയും ചെയ്യും. അബദയുടെ ധാതുവാകുമ്പോൾ അതിനും ഇബാദത്തിന്റെ അർത്ഥം തന്നെയായിരിക്കും. അപ്പോൾ അത് സകർമ്മക രൂപത്തിലുള്ളതും അഥവാ മുതഅദ്ദി ആയിരിക്കും. അബുദയുടേതാകുമ്പോൾ അടിമത്വം എന്നുമായിരിക്കും അർത്ഥം. ഇപ്പോൾ ആ ക്രിയ അകർമ്മക ക്രിയയും അഥവാ ലാസിമും ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അബദ എന്ന ക്രിയയും അതിൽ നിന്നുള്ള പദങ്ങളും ആരാധിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നു. അബുദ എന്ന ക്രിയയും അതിൽ നിന്നുള്ള പദങ്ങളും അടിമത്വം അഥവാ അടിമയായിരിക്കൽ എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നു. ഉബൂദിയത്ത് ആകട്ടെ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുവായി വരുന്നതുകൊണ്ട് ആരാധന എന്നും അടിമത്വം എന്നുമുള്ള അർത്ഥങ്ങളിലും വരും. ഈ വ്യത്യാസങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാതിരിക്കുകയോ ഗൗനിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇബാദത്ത് എന്ന വാക്കിനെ ഭാഷാർത്ഥങ്ങൾ പറയുമ്പോൾ അടിമത്വം, അടിമവേല, അടിമവൃത്തി എന്നുമൊക്കെ അർത്ഥം പറയപ്പെട്ടു വരുന്നത്. വാസ്തവത്തിൽ ഉബൂദിയത്തിനല്ലാതെ ഇബാദത്തിന് അങ്ങനെ ഭാഷയിലും അർത്ഥമില്ല. അങ്ങേയറ്റത്തെ സ്നേഹ ബഹുമാനത്തിനും ഭയഭക്തിക്കും അർഹനായുള്ള ഏക മഹാശക്തി അള്ളാഹു മാത്രമാണെന്ന് മേൽ പ്രസ്താവിച്ച 4 ഗുണവിശേഷണങ്ങളിൽ നിന്നും സ്പഷ്ടമായല്ലോ. അതിനെ തുടർന്ന് ആരാധനയ്ക്കും സഹായാർത്ഥനയ്ക്കും യഥാർത്ഥത്തിൽ അർഹനായുള്ളവൻ നീ ഒരുവനേയുള്ളൂവെന്ന് ഏറ്റുപറയലും മറ്റാരുടെ മുമ്പിലും അത് രണ്ടും ഞങ്ങൾ സമർപ്പിക്കുകയില്ലെന്ന പ്രതിജ്ഞയുമാണ് ഈ 4-ാം വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമസ്കാരത്തിലും നമസ്കാരത്തിനു പുറത്തുമായി ഓരോ സത്യവിശ്വാസിയും പല പ്രാവശ്യം ഇത് ആവർത്തിച്ചു പറയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സ്തുതി കീർത്തനമായി ആരംഭിക്കുകയും അവനോടുള്ള മഹത്തായ ഒരു പ്രാർത്ഥനയായി അവസാനിക്കുകയും ചെയ്യുന്ന, അതെ, സൂറത്തുൽ ഹംദ് എന്നും സൂറത്തു ദുആ എന്നും കൂടി പറയപ്പെടുന്ന ഈ അധ്യായത്തിൽ ആ രണ്ടിനുമിടക്ക് വെച്ച് അവന്റെ അടിയാൻ അവനെ അഭിമുഖീകരിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ഈ പ്രതിജ്ഞ എത്രത്തോളം ഗൗരവമേറിയതാണെന്ന് ആലോചിച്ചു നോക്കുക. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് സ്വകാര്യ സംഭാഷണം